ബ്രിട്ടനിൽ 2.5 ലക്ഷത്തോളം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്ത ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുകയാണ്. ഇന്നും അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും എന്തുകൊണ്ടാണ് ഈ പീഡനങ്ങൾ നടന്നതെന്ന് പരിശോധിക്കുമ്പോൾ അങ്ങനെ പീഡിപ്പിച്ച ആളുകൾ പാകിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ്. നമ്മൾ ആലോചിക്കണം, UK ഇപ്പോൾ 17 നഗരങ്ങളുടെ മേയർമാർ പാകിസ്ഥാൻ മുസ്ലിംസാണ്. ലണ്ടൻ മേയർ പാകിസ്ഥാൻ മുസ്ലിമാണ്. എങ്ങനെ ഇവർ വന്നു എന്ന് ചോദിച്ചാൽ, ഇവർ നുഴഞ്ഞുകയറ്റക്കാരായി അഭയാർത്ഥികൾ എന്ന വ്യാജേന നുഴഞ്ഞു കയറി അവിടുത്തെ ജനസംഖ്യയെ അട്ടിമറിച്ച് ബ്രിട്ടൻ്റെ ഭരണം കൈപ്പിടിയിലാക്കാൻ കാൽക്കുലേറ്റ് ചെയ്തു വന്നവരാണ്. അതിൻ്റെ ഭാഗമായി ജനസംഖ്യ കൂടിയാൽ മാത്രം പോരാ, അവിടുത്തെ തദ്ദേശീയ ജനതയുടെ ആത്മാഭിമാനം തകർക്കണം, അവരുടെ ജനിതകമായ ഒരു ഘടന തകർക്കണം. അതിനു വേണ്ടിയിട്ട് അവർ ബലാത്സംഗം എന്ന ആയുധം ഉപയോഗിച്ചു. നമുക്ക് കേരളത്തിൽ അറിയാമല്ലോ സാർ, മാർത്താണ്ഡവർമ്മ അവസാനം 8 വീട്ടിൽ പിള്ളമാരുടെ സ്ത്രീകളെ മുഴുവൻ അരയന്മാർക്ക് പിടിച്ചു കൊടുത്തു. എന്തിനാണ്? പിള്ളമാരുടെ ആ വംശാവലി ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. തുറകയറ്റി എന്നാണ് പറയുന്നത്. അതിന് തുല്യമായിട്ട് വൈറ്റ് ഗേൾസിനെ ബലാത്സംഗത്തിനിരയാക്കി 1 വർഷം 25,000 പേരെ വെച്ച് 10 വർഷം കൊണ്ട് 2.5 ലക്ഷം പേരാണ് ഇരയാക്കപ്പെട്ടത്. ഇതൊരു ജിനോസൈഡാണ്. സാർ ഇന്നലെ പറഞ്ഞു, നമ്മൾ സംസാരിച്ചു, ബ്രിട്ടൻ ആണ് റേപ്പ് ചെയ്യപ്പെട്ടത് അല്ലേ? അങ്ങനത്തെ റേപ്പ് ഓഫ് ബ്രിട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇത്രയേറെ ആളുകൾ എങ്ങനെ വരുന്നു? ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യ തന്നെ മാറുന്ന തരത്തിൽ എങ്ങനെ വരുന്നു എന്ന് നോക്കുമ്പോൾ മതപരമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് ഇന്ധനം പകർന്നു കൊടുക്കുന്നത് നമ്മൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ ഫണ്ടറായ ജോർജ് സോറോസ് ആണെന്നുള്ള പുതിയ വിവരം വന്നിട്ടുണ്ട് അല്ലേ? അതെന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, എലൺ മസ്ക് ജോർജ് സോറോസ് 2015 എഴുതിയ, അയാളുടെ വെബ്സൈറ്റിൽ തന്നെ എഴുതിയ, ജോർജ് സോറോസ് തന്നെ പേര് വെച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൻ്റെ സ്ക്രീൻഷോട്ട് എലൺ മസ്ക് ഇട്ടിട്ടുണ്ട്. ശരിക്കും ഞെട്ടിക്കുന്ന ഒരു, എന്താ പറയുക, ഈ ഡ്രാക്കുളയെ പോലത്തെ ഒരു കഥാപാത്രമാണ് ഇയാളെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള വിവരങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഈ ഇസ്ലാമിക അനധികൃത നുഴഞ്ഞു കയറ്റം ഉണ്ടല്ലോ, ഇത് അമേരിക്കയിലും യൂറോപ്പിലും ഘട്ടം ഘട്ടമായിട്ട് അബ്സോർബ് ചെയ്യണം, അത് മുഖ്യധാരയിലേക്ക് അതെടുക്കണം എന്നാണ് ഈ ലേഖനത്തിൻ്റെ സത്ത. അതിന് 6 ഘട്ടങ്ങൾ ആയിട്ട് അത് വിശദീകരിച്ചിട്ടുമുണ്ട്. 6 ഘട്ടങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് ഈ അമേരിക്കയിലും യൂറോപ്പിലും ഈ നുഴഞ്ഞുകയറ്റം നിയമവിധേയമാക്കാൻ ആണ് ഈ ലേഖനം വഴി അയാൾ പദ്ധതി ഇട്ടതെന്നാണ് എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റ അഭയാർത്ഥി, വ്യാജ അഭയാർത്ഥി, ഒരു പേക്ക് നാവ് ഉണ്ടാക്കാനായിട്ട് ഇയാൾ ശ്രമിച്ചു എന്ന് മസ്ക് പറയുന്നുണ്ട്. അതിനുവേണ്ടി ശതകോടികൾ അയാൾ മുടക്കുകയും ചെയ്തു എന്ന് ആരോപിക്കുന്നുണ്ട്. സോറോസിൻ്റെ വെബ്സൈറ്റിൽ പ്രോജക്റ്റ് സിൻഡിക്കേറ്റിന് വേണ്ടി എഴുതിയിട്ടുള്ള ലേഖനമാണിത്. 6 ഘട്ട പദ്ധതി. നുഴഞ്ഞുകയറ്റക്കാരെ പൗരത്വം കൊടുത്ത് ആ രാജ്യത്തെ ഇത് ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഈ യൂറോപ്യൻ യൂണിയന് പൊതു അഭയാർത്ഥി നയം ഉണ്ടാകണം ഇയാൾ പറയാണ്. പ്രത്യേകിച്ചും 2015 പറയാണ്, പ്രത്യേകിച്ച് സിറിയയിൽ നിന്ന് വരുന്നവരെയും അഭയാർത്ഥികളെയും മറ്റും കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ നമ്മളിപ്പോൾ തന്നെ ഒരു പദ്ധതി ആവിഷ്കരിക്കണം. ഇങ്ങനെ വരുന്ന ആളുകളെ മുഴുവൻ നമ്മൾ സ്വീകരിക്കണമെന്ന്. സിറിയയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നുള്ളത് ഇയാൾക്ക് 2015 തന്നെ അറിയാം. എല്ലാ രാജ്യത്തും പോയി പണിയെടുക്കുന്ന ആളാണല്ലോ. ക്രമാനുഗതമായി നമ്മൾ ഇവരെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം. ഇങ്ങനെ നുഴഞ്ഞു കയറി വരുന്നവരെ പതുക്കെ അവരെ മുഖ്യധാരയിലേക്ക് അബ്സോർബ് ചെയ്യണം. ഇതാണ് ഈ ആമുഖമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി 6 ഘട്ടം ഇയാൾ പറയുകയാണ് ലേഖനത്തിൽ. 1 വർഷം നമ്മൾ 10 ലക്ഷം പേരെ സ്വീകരിക്കണം, അമേരിക്കയിലും യൂറോപ്പിലുമായിട്ട് ഈ ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ. രാജ്യങ്ങൾ ഇവരെ സമമായി വീതിച്ചെടുക്കണം. $16,800 ഓരോ നുഴഞ്ഞുകയറ്റക്കാരനും നമ്മൾ കൊടുക്കണം പ്രതിവർഷം. പൈസ അങ്ങോട്ട് കൊടുക്കണം. 15 ലക്ഷം രൂപ വരുന്നത് നമ്മുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ തുക.
എന്നിട്ട് മുൻഗണനകൾ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് തുർക്കി, ഇസ്ലാമിക രാജ്യങ്ങളാണ് പറയുന്നത് മുഴുവൻ. തുർക്കി, ലെബനൻ, ജോർദാൻ എന്നിവയ്ക്ക് നമ്മൾ ഫണ്ട് കൊടുക്കണം. 40 ലക്ഷം അഭയാർത്ഥികളെ തുണയ്ക്കാൻ വേണ്ടിയിട്ടാണിത്, സഹായിക്കാൻ വേണ്ടി. 40 ലക്ഷം അഭയാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഈ 3 രാജ്യങ്ങൾക്കും നമ്മൾ അഭയാർത്ഥികളല്ല, നുഴഞ്ഞുകയറ്റക്കാർ, തുർക്കി, ലെബനൻ, ജോർദാൻ, അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം. 4.5 ലക്ഷം രൂപ ഒരാൾക്ക് പ്രതിപക്ഷം കൊടുക്കണം. പ്രത്യേക എക്കണോമിക് സോൺ അവർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനായിട്ട് നമ്മൾ കെട്ടിപ്പടുക്കണം. ടുണീസിയ, മൊറോക്കോ എന്നീ സ്ഥലങ്ങളിൽ അത് നമുക്ക് ചെയ്യാം. എല്ലാം ഇസ്ലാമിക നുഴഞ്ഞുകയറ്റത്തിനെ പറ്റി പറയുന്നത്. നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. ഈ രാജ്യങ്ങളിൽ തൊഴിലും സൃഷ്ടിക്കണം. മൂന്നാമത്തെ ഘട്ടം ഒറ്റ അസൈലം മൈഗ്രേഷൻ ഏജൻസി ഉണ്ടാക്കണം. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇയാൾ അത് കൈകാര്യം ചെയ്തോളാന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒറ്റ തലപ്പത്ത് സോറോസ് എഴുതാൽ മതിയല്ലോ. അയാൾക്ക് കുറേ NGOs ഉണ്ടല്ലോ എല്ലായിടത്തും, അതിൻ്റെ നെറ്റ്വർക്കും ഉണ്ട്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനെ ഏൽപ്പിച്ചാൽ മതി എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഒറ്റ ബോർഡർ ഗാർഡ് ഏജൻസി മതി എന്ന് പറഞ്ഞാൽ എല്ലാ അതിർത്തിയിലും ഒരു ഏജൻസി അവരുടെ ഗാർഡുകൾ നിർത്തുക. ഇത് ഞാൻ ചെയ്തോളാം എന്നായിരിക്കും അയാൾ പറയുക. 28 സംവിധാനങ്ങൾ ഇപ്പോൾ ഉള്ള പോലെ ആവശ്യമില്ല, ഒറ്റ സംവിധാനം മതി. നാലാമത്തെ ഘട്ടം സുരക്ഷാ ചാനലുകൾ ഈ നുഴഞ്ഞുകയറ്റക്കാർക്കായിട്ട് ഉണ്ടാവണം. ഒരു സ്ഥലത്തും പിടികൂടരുതെന്ന്. സുരക്ഷാ ചാനലുകൾ ഗ്രീസ്, ഇറ്റലി വഴി ലക്ഷ്യസ്ഥാനത്തെത്താനായിട്ട് ഇവർക്ക് അവസരം ഒരുക്കണം. അഞ്ചാമത്തെ ഘട്ടം അപകടം പിടിച്ച മെഡിറ്ററേനിയൻ ക്രോസിംഗ് ഒഴിവാക്കിയിട്ട് സുരക്ഷാ പാതകൾ ഉണ്ടാക്കണം. യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ തന്നെ ഇവർ സ്ഥിരമായിട്ട് നിന്നോളും. ഈ നുഴഞ്ഞുകയറ്റക്കാർ സുഖമുള്ള സ്ഥലമാണല്ലോ, അവർ വേറെ എങ്ങോട്ടും പോവില്ല. UN റെഫ്യൂജി ഏജൻസി അതിനു വേണ്ടി സഹായങ്ങൾ ചെയ്യണം. പിന്നെ പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ് ഇതിനു വേണ്ടി തുടങ്ങണം. തുർക്കിക്ക് മുൻഗണന കൊടുക്കണം, ഏത് പ്രോസസ്സിംഗ് സെൻ്ററായിട്ട്. ആറാമത്തെ ഘട്ടം സ്വകാര്യ മേഖല, NGOകൾ, സഭകൾ, പള്ളി ബിസിനസ്സുകാർ ഇവരൊക്കെ സ്പോൺസർമാരാകണം ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ. അതായത് മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർക്ക് സഭ സ്പോൺസറാവണം. സിറിയയിൽ നിന്നുള്ളവർ, എന്നിട്ട് പറയാണ് ഇയാൾ, സിറിയയിൽ നിന്നുള്ളവർ പ്രതിസന്ധിയൊന്നും നേരിടില്ലായിരുന്നു, നമ്മളിത് മുൻകൂട്ടി കണ്ടാൽ മതിയായിരുന്നു, അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു, ആ പ്രശ്നം യൂറോപ്പിന് നേരത്തെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അവരെല്ലാം യൂറോപ്പിലേക്ക് കൊണ്ടുവന്ന സിറിയയിലെ പ്രശ്നം തീർന്നു, യൂറോപ്പിൻ്റെ പ്രശ്നം തുടങ്ങും. എന്നിട്ട് ഈ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞിട്ട് മസ്ക് പറയുകയാണേ, സോറോസിന്റെ ലേഖനത്തിലല്ലേ ഇത് മുഴുവൻ സോറോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ 6 ഘട്ടങ്ങൾ. ഇതിന്റെ സ്ക്രീൻഷോട്ടാണ് മസ്ക് എടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് മസ്ക് പറയുകയാണേ, ഇത് കുറേ നീണ്ട ലേഖനമാണ്, ഞാൻ ചുരുക്കി പറഞ്ഞ. എന്നിട്ട് മസ്ക് പറയുക, സോറോസ് മനുഷ്യകുലത്തെ വെറുക്കുന്നു, അലമ്പുണ്ടാക്കി കാശുണ്ടാക്കാൻ മിടുക്കനാണ് അയാൾ. അല്ല, ഞാനിപ്പോൾ ഇത് കേട്ടപ്പോൾ ആലോചിക്കുകയായിരുന്നു, സിറിയ, ജോർദാൻ, തുർക്കി, സിറിയ, ഇങ്ങനെ ഇതൊക്കെ ഇസ്ലാമിക രാജ്യം. ലബനോൺ ഇസ്ലാം ഭരിക്കുന്ന, ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. ലബനോൺ ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളായി. അപ്പോൾ മുസ്ലിം ഭരണം വന്നാൽ സ്വർഗമായി. ഇന്ത്യയിലെ പലരും പറയുന്നത് മുസ്ലിം ഭരണം വന്നാൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ അഭയാർത്ഥികളായി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതെ, ഇവരുടെ സ്വപ്ന രാജ്യം വന്നു കഴിഞ്ഞാൽ അവിടെ സമാധാനമില്ല, അവിടെ നിന്ന് ഓടിപ്പോണം എന്ന് പറയുമ്പോൾ ആ സ്വപ്ന രാജ്യത്തിനൊരു കുഴപ്പമില്ലേ? ഇതിൽ ഈ മസ്ക് എഴുതുന്ന ഭാഗത്ത് ഫേക്ക് അസൈലം സീക്കേഴ്സ് എന്ന് പറയുന്നുണ്ട്, വ്യാജ അഭയം തേടുന്ന ആളുകൾ. അപ്പോൾ സോറോസ് തന്നെ കുറേ മുസ്ലിങ്ങളെ പല രാജ്യത്തു നിന്നും തെരഞ്ഞു പിടിച്ചിട്ടേ ഓരോ സ്ഥലത്തും ഈ ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യാനായിട്ട് സെറ്റിൽ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ നമ്മുടെ ചില മണ്ഡലങ്ങളിൽ ജയിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെ 10, 500, 1000 ആളുകളെ മാറ്റി പാർപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ. നമ്മുടെ പല സ്ഥലത്തും ഇപ്പോൾ അസമിൽ, ബംഗാളിൽ ഒക്കെ വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടല്ലോ.
ഇതുപോലെ ജാർഖണ്ഡ് യൂറോപ്പിൽ മൊത്തം ഈ ഇസ്ലാമിക രാജ്യമാക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കാം എന്നാണ് സോറോസ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സോറോസിന് ഇസ്ലാമിക രാജ്യങ്ങൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. അല്ല, അത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോറോസിന് ഇതൊക്കെ ചെയ്യാൻ ഇത്രമാത്രം ഫണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അയാൾ പൊട്ടിച്ചു, അതിൽ നിന്ന് വലിയ കോടികളുണ്ടാക്കി, സഹസ്ര കോടികളുണ്ടാക്കി. പക്ഷേ അതുമാത്രം പോരല്ലോ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടുന്ന് റവന്യൂ ഒന്നുമില്ല. അപ്പോൾ ആര് സോറോസിന് ഫണ്ട് ചെയ്യുന്നത് ആരാണ്? അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. സോറോസ് എല്ലാവർക്കും കൊടുക്കുന്നു, സോറോസിന് ആര് കൊടുക്കുന്നു? അതായത് ഈ ലേഖനം സ്ക്രീൻഷോട്ടും ഷെയർ ചെയ്യുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നൊന്നും മസ്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്കറിയാം. കാരണം തുർക്കി, ഈജിപ്ത്, ലിബിയ അതൊക്കെ പറയുമ്പോൾ പിന്നെ ഏത് രാജ്യമാണ്? ഹിന്ദു രാജ്യങ്ങളോ? അപ്പോൾ ആ പേരും കൂടി എലൻ മസ്കിനൊക്കെ വിവരം ഉണ്ടെന്ന് വേണം. അതുകൊണ്ടാണല്ലോ ഡീപ് സ്റ്റേറ്റിന്റെ പേരർക്കെന്ന് പറയുന്നത്. ആർക്കൊന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ജനുവരി 20 വന്നാൽ ആദ്യം ഒപ്പുവെക്കുന്ന ഫയൽ ഡീപ് സ്റ്റേറ്റിന്റെ വേരറക്കാനുള്ള നടപടികളുടെ തുടക്കമായിരിക്കും. കശ്മീർ തീവ്രവാദികൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ടല്ലോ സോറോസ്. അപ്പൊ എന്താ ലക്ഷ്യം? അപ്പൊ വേറെ എവിടുന്നോ ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും സോറോസിനെ കുറിച്ചുള്ള പുതിയ പുതിയ വിവരങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. മസ്ക് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അല്ലേ? അതെ. മസ്ക് ഇറങ്ങണമെങ്കിൽ പിന്നിൽ ആരുണ്ട്? ട്രംപ് ഉണ്ടല്ലോ. ഇത് മറ്റേ ട്രംപ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള സംശയമൊക്കെ പല ആളുകളും ഉയർത്തുന്നുണ്ട്. ഇയാൾ തന്നെ ചെയ്യുന്നതാണോ എന്ന്. അല്ല, ഇനി തന്നെത്താൻ ചെയ്തതാണെങ്കിൽ പോലും ട്രംപിന് തള്ളാൻ പറ്റുമോ? എലോൺ മസ്കിൻ്റെ കാശ് മേടിച്ചല്ലേ ട്രംപ് ഇലക്ഷൻ ജയിച്ചത്. അതുമല്ല, ഈ അനധികൃത കുടിയേറ്റം ട്രംപിൻ്റെ വിഷയമാണ്. ട്രംപിൻ്റെ വിഷയമാണ്. അതൊരു വെറുതെ അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. ട്രംപ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇതൊക്കെ മസ്ക് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുന്ന ചില ആളുകളുണ്ടാവും, അവരുടെ ആയിരിക്കും. ഇപ്പോൾ ജർമ്മനിയിലെ കാര്യം, ബ്രിട്ടനിലെ കാര്യം, ഫ്രാൻസിലെ കാര്യമൊക്കെ മസ്ക് പറയുന്നുണ്ട്. ഇയാൾ എന്തിനാ ഇതിൽ ഇടപെടുന്നതെന്നൊക്കെ ജർമ്മനിയിലെ ഭരണകൂടമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പറയുന്നത് മുഴുവൻ അനധികൃത കുടിയേറ്റത്തിനെ പറ്റിയാണ്, ഇസ്ലാമിക കുടിയേറ്റത്തിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വന്നില്ലേ? എന്തുകൊണ്ട് ജർമ്മനിയെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം മസ്ക് പറഞ്ഞു. അതിൻ്റെ ഉത്തരമാണിത്. ട്രംപിന് വളരെ കൃത്യമായൊരു പ്ലാൻ ഉണ്ട് എന്ന് ഓരോ ദിവസവും വ്യക്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.